രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ആളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കേരള കോൺഗ്രസ് നേതാവ് എ ഷഫീസിന്റെ മൊഴിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തിയത്. വാർത്തകളിൽ വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. നേരത്തെ ഞാൻ കൊടുത്ത പരാതിയാണ്. പക്ഷെ അത് സർക്കാരിന്റെയും പോലീസിന്റെ നടപടി പ്രകാരം മുറപ്രകാരം വന്നപ്പോൾ ഇവിടെ എത്തിയിരുന്നുള്ളൂ. അത് ആ ഒരു താമസമാണ്. ഞാൻ ബോധ്യപ്പെടുത്തിയത് പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങൾ, ട്രാൻസ്ജെൻഡർ യുവതിയായ അവന്തികയുടെ വെളിപ്പെടുത്തൽ, അതുപോലെ തന്നെ ഗർഭചിത്രം നടത്തിയെന്നടക്കമുള്ള പരാതികളെക്കുറിച്ചുള്ള ഇതുവരെയുള്ള പരാതികൾ എന്തുകൊണ്ട് വന്നില്ല, സ്വാധീനം ഉപയോഗിച്ച് മൂടിവെപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം, ഇതൊക്കെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ്. ഒരു പ്രഥമ വിവര റിപ്പോർട്ട് എന്ന് പറഞ്ഞു തന്നെയാണ് എൻ്റെ മൊഴി രേഖപ്പെടുത്തി എന്നെ കൂടെ ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത്. FIRലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവർ ഇതിനു മുമ്പായിട്ട് മാധ്യമങ്ങളുടെ ഓഡിയോ കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ എന്തൊക്കെയുള്ളത്. വിവരങ്ങളുമായി സഫാൻ BP ചേരുന്നു. സഫാൻ, ഹഫീസിന്റെ പരാതിയിൽ എന്തൊക്കെയാണ്? പോലീസ് എന്ത് നടപടിയിലേക്ക് കടന്നു? ധന്യ, തിരുവനന്തപുരം മ്യൂസിയം പോലീസിലെത്തിയാണ് കേരള കർഷക കോൺഗ്രസ് നേതാവായ AH ഹഫീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുലിനെതിരെ നിരവധി പരാതികൾ വന്നിരുന്നു. അതിൽ ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതിയുണ്ട്. ധാർമ്മികതയുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു അതിജീവിത നേരിട്ട് നിയമപരമായ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് നേതാവ് കൂടിയായ AH ഹഫീസ് ആദ്യം നിയമസഭയിൽ സ്പീക്കർക്ക് ഒരു പരാതി നൽകുന്നത്. ഈ നിയമസഭയിൽ ഇത്തരത്തിൽ അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിലും ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തി അദ്ദേഹത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. BNS നിയമപ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമോപദേശം ഒക്കെ തേടിയിരുന്നു. പരാതിക്കാർ നേരിട്ട് വന്നാൽ ഇങ്ങനെയൊരു കേസെടുക്കാം, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യിക്കാം എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പരാതിയുമായി, ഒരു സെക്കൻഡറി പരാതിയുമായി ഇദ്ദേഹം എത്തുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന മാധ്യമ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പുകളൊക്കെ പോലീസിന് കൈമാറിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണം എന്ന് തന്നെയാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ധന്യ.